ഇപ്പോഴും ഇവിടെ ജനാധിപത്യമാണെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളെ, ഇന്നിവിടെ പട്ടിണിയില്ല, എല്ലാവരും വയറു നിറയെ തിന്നുകയാണ്. ഓരോ വീട്ടിലുമുള്ള 4-5 ആളുകൾ 4-5 നേരം ഇങ്ങനെ വയറു നിറയെ തിന്നാൻ തുടങ്ങിയാൽ എന്താകും നമ്മുടെ ലോകത്തിന്റെ സ്ഥിതി? ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി നമ്മുടെ ശൗചാലയങ്ങൾക്കുണ്ടോ? കക്കൂസിന് നാക്കില്ലെന്ന് കരുതി തോന്നിയവാസം കാട്ടരുത്. മനുഷ്യത്വവും മനസാക്ഷിയും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കക്കൂസിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളുണ്ട്. ഹൃദയകക്ഷം. വിശപ്പും ദാഹവും വരുമ്പോൾ ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്നും, മൂത്രസഞ്ചി പൊട്ടിയാലും അതിസാരം അനിയന്ത്രിതമായാലും ശൗചാലയം ഉപയോഗിക്കാതെ ഇരുന്നും നമ്മുടെ നാട്ടിലെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പാവപ്പെട്ട കക്കൂസുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഹൃദയകക്ഷം നടത്തുന്ന ജനകക്ഷ പോക്കൃത്തരങ്ങളോട് ഏവരും സഹകരിച്ച് മരിക്കണമെന്ന് വിനീതമല്ലാതെ ഭീഷണിപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിനകത്ത് കോമ്പൗണ്ടിനകത്തുള്ള ബാത്റൂം വരെ അടച്ചു കളഞ്ഞു. യാത്രക്കാർ ബാത്റൂം ഇല്ലാതെ അനേകം യാത്രക്കാർ വലഞ്ഞ് നമ്മുടെ റെയിൽവേയാണ് അവര് ഉപയോഗിച്ചത്. ഉറപ്പാണ് ഹൃദയകക്ഷ സർക്കാർ, ഉറപ്പാണ് മുട്ട്, എല്ലാം മുട്ടും, അന്നം മുതൽ മൂത്രം വരെ മുട്ടി. പൊതുജനങ്ങൾക്ക് വേണ്ടി പണിത് കൊടുത്തിരുന്ന ശൗചാലയം വരെ ഇന്ന് പൂട്ടി. ആരോടാണ് പ്രതിഷേധം അപ്പോൾ? ആ ജനങ്ങളോട്. കേരളത്തിൽ മാത്രം നടക്കുന്ന ആഭാസം. സമരത്തിന്റെ മറവിൽ ഞങ്ങൾ എന്ത് തോന്നിയവാസവും കാണിക്കുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. നികൃഷ്ട ജീവികൾ എന്ന് എവിടെയോ കേട്ടു മറന്ന ഒരു അഭിസംബോധനയുണ്ട്. അത് ഇത്തരണത്തിൽ വളരെ പ്രസക്തമാണല്ലേ. ഇതിൽ പ്രത്യേകിച്ച് വിരോധാഭാസങ്ങളൊന്നുമില്ല കേട്ടോ. അതായത് സർക്കാർ പറയും സർക്കാർ ജീവനക്കാരെല്ലാം കൃത്യമായിട്ട് ജോലിക്ക് എത്തണം, ജോലി ചെയ്യണമെന്ന്. പക്ഷെ ഭരിക്കുന്ന പാർട്ടി പറയും നിങ്ങൾ ആരും ജോലി സ്ഥലത്ത് എത്തരുത്, എത്തിയാൽ അവരെ കയ്യേറ്റം ചെയ്യും, തടയും, വണ്ടി തടയും, വണ്ടിക്ക് കല്ലെറിയും, അവർക്ക് പറ്റുന്നതെല്ലാം അവർ ചെയ്യും. വോട്ട് ചെയ്തു പോയി എന്ന ഒരൊറ്റ തെറ്റിന്റെ പേരിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും കിട്ടാത്ത പാവപ്പെട്ട ജനങ്ങൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും മുട്ടിക്കുന്നു. ഒരാൾക്കൊന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ അതിന് പോലും ഇടമില്ലാത്ത അവസ്ഥ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പണ്ട് ആരോ എവിടെയോ നടത്തിയ പ്രതിഷേധ മുറകളൊക്കെ ഓർത്തു പോകുന്നു. ഇവരുടെയൊക്കെ ഓഫീസിന്റെ മുന്നിൽ അങ്ങ് സാധിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തിനു വേണ്ടിയാണ് ഇന്ന് പണിമുടക്കിയതെന്ന് പൊതുജനങ്ങൾക്കറിയില്ല. എന്ത് പ്രയോജനമാണ് ഇന്ന് പണിമുടക്കിയത് കൊണ്ടുണ്ടായതെന്ന് അറിയില്ല. പൊതുജനങ്ങളെ സംബന്ധിച്ച് ഏത് പാർട്ടി പണിമുടക്ക് നടത്തിയാലും, എന്ത് സമരം ചെയ്താലും, എത്ര ഹർത്താൽ നടത്തിയാലും അത് ബാധിക്കുന്നതും അതിൽ യാതന അനുഭവിക്കുന്നതും പൊതുജനങ്ങൾ മാത്രമാണ്. ഇന്നൊരു ദിവസം പണിക്ക് പോകാതെ ഇരുന്നതിൻ്റെ പേരിൽ ജനങ്ങൾക്ക്, എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മുടങ്ങിയ ആ ദിവസ വേതനം സർക്കാർ കൊടുക്കുമോ? ഈ പാർട്ടി കൊടുക്കുമോ? ഈ തൊഴിലാളി നേതാക്കൾ കൊടുക്കുമോ? ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ബോംബെയിലോ അങ്ങനെ തിരക്കുള്ള ഒരു നഗരങ്ങളിലും ഇന്നത്തെ പണിമുടക്കിൻ്റെ, ദേശീയ പണിമുടക്ക് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും കാണാനില്ലായിരുന്നു. ഇവിടെയാണ് എല്ലാം നടക്കുന്നത്. എല്ലാവിധ കലാപരിപാടികളും ആഭാസങ്ങളും അരങ്ങേറാനുള്ള ഒരു വേദിയാണ് കേരളം. ഇന്ന് ഏതൊക്കെയോ ചേട്ടന്മാർ പറയുന്നത് കേട്ടു, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ പണിമുടക്ക് നടത്തുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇങ്ങനെ പോയാൽ ഇവിടെ തൊഴിലില്ലാതെ വരും, മുതലാളിമാർ മാത്രം ഇവിടെ വരും. ഇന്നത്തെ എത്ര പേരുടെ തൊഴിൽ, എത്ര പേരുടെ വേതനം നിങ്ങൾ ഇല്ലാതാക്കി? ഒന്ന് കണക്കെടുക്കാമോ ഇന്നത്തെ നഷ്ടം, ഓരോ മനുഷ്യനും ഉണ്ടായ നഷ്ടം? RCCയിൽ അടിയന്തര ചികിത്സയ്ക്ക് പോകേണ്ട ആളുകൾ ഉൾപ്പെടെ എത്രമാത്രം വലഞ്ഞു എന്നറിയാമോ? ആശുപത്രിയിലേക്ക് മരുന്നെത്തിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടും പത്തനംതിട്ടയിൽ വലിയ തരത്തിലുള്ള പ്രശ്നം ഇവരുണ്ടാക്കി. പലയിടങ്ങളിലായി പലരെയും കയ്യേറ്റം ചെയ്തു. ഇതിനിടയ്ക്ക് എല്ലാ ദിവസവും ഇല്ലാത്ത വലിയ ധൃതിയോടുകൂടി 1.5 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്ത് ഈ ദേശീയ പണിമുടക്കിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാൻ മീഡിയയുടെയൊക്കെ മുന്നിൽ വളരെ പോസ് ചെയ്ത് നടന്നു പോകുന്ന ശിവൻകുട്ടി അദ്ദേഹത്തെയും കണ്ടു. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ജനങ്ങളൊക്കെ ഗതാഗത സൗകര്യമില്ലാതെ വലയുകയാണ്, പലർക്കും പല അത്യാവശ്യങ്ങളും മുടങ്ങുന്നു, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് 6 മാസം മുമ്പ് പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കാണല്ലോ, അപ്പൊ പനി വരാനുള്ളവർക്കും ആക്സിഡന്റ് വരാനുള്ളവർക്കും മരിക്കാനുള്ളവർക്കൊക്കെ 6 മാസം മുമ്പേ അതായിക്കൂടെ, ഇതിപ്പോ ഞങ്ങളുടെ തെറ്റാണോ എന്നാണ്. യാത്രക്കാരെ ദ്രോഹിക്കുന്നത് ശരിയായ നടപടിയാണോ? അവർക്കും സ്വാതന്ത്ര്യമില്ലേ? ഒരു 6 മാസങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചിട്ടുള്ള സമരമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരവതാരം വന്ന് പറന്നിറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐതിഹാസികമായൊരു സമരമാണ്. ഓയ്യോ, ഇത് പറഞ്ഞപ്പോഴാട്ടെ ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ച സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ പോലീസുകാർ ഈ ഐതിഹാസികമായിട്ടുള്ള ആ സമരമുറ കണ്ടിട്ട്, ആ സമരത്തിൻ്റെ രീതി കണ്ടിട്ട് വായും പൊളിച്ച് നിന്ന് മതിമറന്നു പോയതാണോ അതോ പണി മറന്നു പോയതാണോ എന്നറിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഷഡ്ജമുള്ളതും ഷഡ്ജമില്ലാത്തതും എല്ലാം കണക്കാ. ഒരെണ്ണത്തിൻ്റെ ഷഡ്ജരഹിത പ്രദർശനം കണ്ട് നമ്മൾ ഇന്നും അതിൻ്റെ ഒരു ഹാങ് ഓവർ നമുക്ക് മാറിയിട്ടില്ല.
ഇത് പല തരത്തിലുള്ള പല സൈസിലുള്ള പിന്നാമ്പുറ പ്രദർശനം. ഓടി വന്ന് ബാരിക്കേഡൊക്കെ അവിടെ നിന്ന് ചാരി വെച്ചിരുന്നു നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെ പോലീസുകാരെ. എന്നിട്ട് അവർ കൈയും കെട്ടി നോക്കി നിന്നു. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ അടുത്ത നിലയിലേക്ക് ചാടി ചാടി കയറുന്നുണ്ടായിരുന്നു നാട്ടുകാരെ പിന്നാമ്പുറം കാണിച്ചുകൊണ്ട്. അപ്പോൾ ഈ പോലീസുകാർ പതുക്കെ താങ്ങി മക്കളെ പൊന്നെ പതുക്കെ പോടാന്നൊക്കെ പറഞ്ഞ് താങ്ങി കയറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനേക്കാൾ ഭേദം മറ്റേ മമ്മട്ടി കൊണ്ട് പുല്ല് വെട്ടി കുഴി മൂടുന്നതാണ്. Sorry, it's DJ. ഈ ഐതിഹാസികത പറഞ്ഞു വന്നപ്പോഴത് ഓർമ്മ വന്നു കേട്ടോ. അണ്ണം ബാക്കി പറ. അത് കേരളത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടി SFI നടത്തുന്ന ഒരു സമരമാണ്. നല്ല നാളേക്ക് വേണ്ടി ഒരു നവകൊള്ള സദസ്സ് നടത്തിയായിരുന്നല്ലോ. അത് പുതിയ കേരളത്തിന് വേണ്ടിയാണല്ലേ. ഇത് നല്ല നാളേക്ക് വേണ്ടി SFI നടത്തുന്ന സമരം. ഇവിടെ വന്ന് യുവാക്കളില്ലല്ലോ, അതറിഞ്ഞായിരുന്നോ? എല്ലാവരും നാട് വിട്ട് പോവുക. ഇവിടെ കുറേ നാളുകൊണ്ട് നിങ്ങൾ നല്ല നാളെയും നവകേരളമൊക്കെ പണിത് പൊക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ പണിത് പൊക്കുന്നത് നല്ല ഉറപ്പുള്ളതായതുകൊണ്ടും അതിൽ വിശ്വാസം ഉള്ളത് കൊണ്ടും ആളുകളൊക്കെ ഓടി രക്ഷപ്പെടുക ഇവിടുന്ന്. പിന്നെ ആരുടെ നല്ല നാളെയാണ് എന്നുകൂടി ഒന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ ഞങ്ങൾക്ക് ക്ലിയർ ആയനെ. ഇത് ദിവസം നിങ്ങളുടെ പോക്കറ്റുകളും നിങ്ങളും ഒക്കെ നീളവും വീതിയും കൂടുന്നതല്ലാതെ ജനങ്ങൾക്ക് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി സർവകലാശാലയിലെ ഭരണസമിതികളിലേക്ക് ഭരണ നേതൃത്വത്തിലേക്ക് സംഘപരിവാർ ആളുകളെ കൊണ്ടുവരിക. അപ്പോൾ അതാണ് വിഷയം. അതാദ്യം അങ്ങ് പറഞ്ഞാൽ പോരെ. അതിന് കേരളത്തിൻ്റെ നല്ല നാളെ യുവാക്കളുടെ നല്ല ഭാവി എന്നൊക്കെ വായിക്കൊള്ളാത്തതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ സംഘപരിവാറുകാർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അല്ലെ കോൺഗ്രസ്സുകാർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതാ പ്രശ്നമെങ്കിൽ നിങ്ങളുടെ പാർട്ടിപ്പെട്ട ആളുകളൊക്കെ ഏറ്റതിരിക്കും. മാക്സിമം അത് ചെയ്യുന്നുണ്ടല്ലോ, ഗവർണറായിട്ടൊക്കെ നിയമിക്കുക. അതിനെന്താണ് ആ തടസ്സം? അതിനെന്താ തടസ്സം? കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റം എല്ലായിടത്തും അനുഭവമുണ്ട്, എല്ലാവർക്കും അറിയാമത്. ആണെന്ന് കണ്ണഞ്ചിയിട്ട് ഒരു പുല്ലും കാണാൻ പോലും പറ്റുന്നില്ല. കണ്ണ് മാത്രമല്ല അഞ്ചിയത്, മൊത്തത്തിൽ ഇഞ്ചാവള്ളിയാണ്. അപ്പോൾ അത് പിന്നീട് പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അത് വോട്ടായി മാറിയിട്ടുണ്ട്. വോട്ടാക്കി മാറ്റാനാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, അല്ല നാടിൻ്റെ വികസനത്തിനോ നാട്ടുകാരുടെ ഉന്നമനത്തിനോ വേണ്ടിയാണോ? വോട്ടാക്കി മാറ്റാൻ തന്നെയാണ് ചെയ്യുന്നത്. അത്രയും ഈ പണിമുടക്കാർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാ അറിയത്തില്ലല്ലേ. ഇനി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഊന്നൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിലായിരിക്കും. ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി നമ്മുടെ കേരളത്തെ മാറ്റണം. അതിന് പുഷ്പനെ അറിയാമോ, നിങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ, തൊലിക്കട്ടി. ഞാൻ മറന്നുപോയി കേട്ടോ. മൂർത്തമായ സാഹചര്യങ്ങളും അമൂർത്തമായ സാഹചര്യങ്ങളും തമ്മിലുണ്ടാകുന്ന പൊരുത്തക്കേടുകളെ മറികടക്കാൻ ഇത്തരം ആകാം. കേരളത്തിൽ SFI അതിശക്തമായ സമരം നടത്തുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിനുണ്ട്. അയ്യോ, ഇയാളുടെ മുഴുവൻ വായ്ത്താളം കേട്ടോണ്ടിരിക്കാൻ വയ്യ കേട്ടോ. കാരണം ഇതിന് പെയ്ഡാണോ ഈ സംഭവം എന്നറിയത്തില്ലേ ഇത് കൊടുക്കുന്നത് കേട്ടോ, ഈ ഒരു ഇൻ്റർവ്യൂ. അല്ലാതെ കേരളത്തിൽ ജീവിക്കുന്ന നോർമലായിട്ടുള്ള ഒരു മനുഷ്യനും ഇത് മുഴുവൻ ഇരുന്നല്ല, ഇതൊരു 3 മിനിറ്റ് തികച്ചിരുന്ന് കാണാൻ പറ്റത്തില്ല. വോട്ട് കിട്ടാതെ നിങ്ങൾ അനുഭവിക്കുന്ന വിമ്മിട്ടവും ജനങ്ങളുടെ മനസ്സിൽ ഇടം കിട്ടാതെ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇന്ന് വെറുതെ ഓട്ടോറിക്ഷയിൽ ഓടിക്കാതെ ഓട്ടോറിക്ഷയുടെ പുറകിലത്തെ സീറ്റിൽ കിടന്ന് ഉറങ്ങിയ ഒരുത്തനെ ചെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സർവ്വസാധാരണക്കാരനായിട്ടുള്ള ഒരുത്തനാ. അയാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചല്ലോ, അതെന്താ ഇവിടെ എവിടെയും വേണമെങ്കിലും കിടന്ന് ഉറങ്ങാനുള്ള ഒരു അന്തരീക്ഷമില്ലേ? എന്താ നിങ്ങൾ നടത്തുന്നത്? ഒരു സമരം അല്ലെങ്കിൽ ഒരു ഹർത്താൽ, ഒരു പണിമുടക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി ഏതാണ്ട് ആന കരിമ്പും കാട്ടി കയറുന്ന പോലെ എല്ലായിടത്തും കയറിയെങ്കിൽ ലൈസൻസ് ഇല്ലാതെ മേയാനുള്ള ഒരു സമയമാണെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ ഒരു ടൈമൊക്കെ കഴിഞ്ഞിരിക്കുക. അത് മനസ്സിലാക്കിക്കോ. ഇത്രയൊന്നും പോരാഞ്ഞിട്ട് SFIയുടെ നേതൃത്വത്തിൽ നാളെ പഠിപ്പ് മുടക്കുകയാണ് എന്ന് പറയുന്നു. പഠിക്കാൻ ക്ലാസ്സിൽ കയറാതെയും പഠിപ്പ് മുടക്കിയും പഠിപ്പിനെ എതിർത്തുമൊക്കെ കുറേയേറെ പേരുടെ ജീവിതം തൊലഞ്ഞു. ഇനി പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. സ്കൂളിൽ ചെന്ന് പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി നേടി ആ ജോലിയിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേയേറെ കുട്ടികൾ ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി അവരെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ മാതാപിതാക്കളും ഉണ്ട് ഇവിടെ. അതായത് കൊടി പിടിച്ച് നടന്ന് കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ. അവരെയും കൂടി ഒന്ന് പരിഗണിച്ചിട്ട് വേണം കേട്ടോ ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. ഇതെല്ലാം അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലായിട്ട് കണ്ട് പരമാവധി സഹിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം.